5 മൈക്ക് ഓണാണല്ലോ. കേട്ടോ? പത്താണല്ലേ? വേണ്ട. എടാ അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കോ? അത് വരും. വേണ്ട, നിങ്ങൾക്ക് തരാം ക്വസ്റ്റ്യൻ വേറെ ചെയ്യാ. അവൻ വരുമ്പോ വരട്ടെ. അവൻ വന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. എനിക്കൊരു ക്വസ്റ്റ്യൻ തരാം. യൂസിങ് ബൈനോമിയൽ തിയറം. ക്വസ്റ്റ്യൻ എഴുതിയടാ. യൂസിങ് ബൈനോമിയൽ തിയറം prove that using binomial theorem prove that 8 raised to n minus 7n minus 1 is divisible by 49. Is divisible by 49. ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. നോക്കെടുത്ത്. എന്താ ചെയ്യേണ്ട ഫസ്റ്റ്? 8 അതായത് പവർ ഉള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ എഴുതാം? 8 raised to n നമ്മള് 4+4 അത്ര വേണ്ട, 1 + 7 എന്നായിരിക്കും. 1 + 7 whole raised to n. ഇനി ചെയ്തോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് 8 raised to n 1 + 7 raised to n എന്ന് എഴുതണം. എന്നിട്ട് ഇതിനെ ബൈനോമിയൽ തിയറം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. എന്താണ് എക്സ്പാൻഷൻ? ഓർമ്മയുണ്ടോ? ഇവിടെ എ എന്താ? 1 അല്ലേ? ഇവിടെ ഇത് എയും ഇത് ബിയും ആയിട്ട് എടുക്കാം കേട്ടോ. NC0 a raised to n, NC1 a raised to n minus 1 into b, NC0 a 1 ആയോട്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. NC1 a raised to n minus 1 into 7, NC2 7 raised to 2, NC3 നമ്മൾ ചെയ്തോ etc to താങ്ക് യു. ശരി പോടാ. പ്ലസ് എക്സെട്രാസ് ടു NCN ഇനി എന്നിന്റെ സ്ക്വയർ ഒക്കെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടോ. അടുത്ത സ്റ്റെപ്പില് 7ന്റെ സ്ക്വയർ 7 ക്യൂബ് പിന്നെ 7 raised to n അങ്ങനെ തന്നെ എഴുതിയാൽ മതി. NC0ന്റെ വാല്യൂ എന്താ? NC0 എപ്പോഴും എന്തായിരിക്കുള്ളൂ? 1 ആയിരിക്കുള്ളൂ. 0 എന്നാരാ പറഞ്ഞ? NC1ന്റെ വാല്യൂ എന്താടാ? NC1 എന്ന് പറയുന്നത് എപ്പോഴും n ആയിരിക്കുള്ളൂ. അപ്പൊ അത് നമുക്ക് എങ്ങനെ എഴുതാം? 7n എന്ന് എഴുതാം. പിന്നെ NC2 into 7ന്റെ സ്ക്വയർ 49. അപ്പൊ NC2 NC3 7 ക്യൂബ് എന്നറിയില്ലല്ലോ നമുക്ക്.
n into ആ അത് ലാസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ചെയ്ത് ഇനി അടുത്ത ടൈം എഴുതി. ഒരു ടൈം കൂടി മതി. 7 ക്യൂബ് എന്താ 349. 343 ആണ്. ലാസ്റ്റ് ടൈം എന്തോ NCN എന്താടാ 1. അപ്പൊ 7/n. ഇനി എന്താ ചെയ്തേന്ന് നോക്ക്. മോളത്തെ പ്രോബ്ലം നോക്കി എന്താ നമ്മൾ ചെയ്തേന്ന് നോക്കിനി. ഫസ്റ്റ് 2 ടൈമിൽ അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിലും എന്തുണ്ടാവും? ബാക്കി എല്ലാത്തിനും 49 നമുക്ക് കോമൺ എടുക്കാമല്ലോ. ഇപ്പൊ അങ്ങനെ 49 കോമൺ എടുക്കട്ടോ. NC2 പ്ലസ് അങ്ങനെ ബാക്കി ചെയ്ത് അത് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നോക്കിക്കേ 8 raised. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണേ? നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാടാ ചെയ്തില്ല ഇതാണ് കിടന്ന് ഉറങ്ങണം അവിടെ. നീ ചെയ്ത് കഴിഞ്ഞാ ഞാൻ വെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഉറങ്ങണായിരിക്കുമല്ലോ. നമ്മൾ ഇവിടെ നോക്കി ഇതിലുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 1 ഉണ്ട് ഇവിടെ, 8 raised n ഇവിടെ ഉണ്ട്. ഇതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? -1 ആകും. 7 raised n -7 ആവും. അത്രയും ടൈംസ് ഉണ്ടല്ലോ. നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഡിവിസിബിൾ ബൈ 49 എന്നാ കാണിക്കേണ്ടത്. അപ്പൊ ബാക്കിയുള്ള ഇത് എന്തായിരിക്കണം? 49ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കാണിക്കണം. അപ്പൊ ബാക്കിയുള്ള ടൈംസിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ഇവിടെ നിന്ന് കോമൺ 49 കൊടുക്കാമല്ലോ നമുക്ക്. NC2 അല്ല, NC2 തന്നെ ഇട്ടാ മതി. NCN ആണ് n അല്ല, NCN 1, NC1 ആണ് n. 2C1 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 2 into 1 by 1 into 2 അല്ലേ? മറന്നുപോയല്ലേ? അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോ ഇതല്ലേ കിട്ടുള്ളൂ. 2C1 NC1 ആ, NC1 n, NC1 n അതല്ലേ എഴുതിയത്? എടാ ഇവിടെ ശ്രദ്ധിച്ചടാ. NC1 n ആണ്, അത് ഞാൻ +7 n തന്നെ എഴുതി. പിന്നെ ഇവിടെ നിന്ന് എല്ലാത്തിനും 49 കോമൺ എടുക്കാം. അപ്പൊ ഞാൻ അതിനാ വിച്ച് ഇസ് ഈക്വൽ ടു 1 + 7n + 49 ഇൻറ്റു സംതിങ് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എഴുതി വന്നപ്പോ 8 raised to n എന്നാണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തുകൊണ്ട് ഡിവിസിബിൾ ആണെന്നുള്ളത് സാധനം വേണം പുറത്തെടുക്കാൻ. ഇവിടെ 54 ആണെങ്കിൽ പുറത്തെടുക്കാണ്ട് 54 ആയിരിക്കും. 54 വരണം അവിടെ, വന്നില്ലെങ്കിൽ പറ്റില്ല പുറത്തെടുക്കാൻ. ഇനി എന്ത് ചെയ്യണം? ബാക്കിയുള്ള ടൈംസിന് അപ്പുറത്തോട്ട്. അപ്പൊ 8 raised to n -1 - 7n ഈക്വൽ ടു 49 ഇൻറ്റു സംതിങ് അല്ലെ? ആ സാധനം. ഇതിന്റെ അർത്ഥം എന്താ? ഈ എല്ലാം എന്തുകൊണ്ട് ഡിവിസിബിൾ ആണെന്നാണ് അർത്ഥം? 49 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇറ്റ് ഈസ് ഇംപ്ലൈസ് ദാറ്റ് ദിസ് ബൈനോമിയൽ ഇക്വേഷൻ ഇസ് ഡിവിസിബിൾ ബൈ 49 കേട്ടോ. അതായിരിക്കും വിച്ച് ഇസ് ഇംപ്ലൈസ് ദാറ്റ് അത് ഡിവിസിബിൾ ആണ്. It is equal to 49 into an integer. മനസ്സിലായ? ഇതിന്റെ പേരെന്തായിരുന്നു? ജ്യോതിഷ. മനസ്സിലായ? അപ്പൊ എന്തുകൊണ്ട് ഡിവിസിബിൾ ബൈ ആണ് അത് എടുക്കണം കോമൺ പുറത്ത് കേട്ടാ. എന്നിട്ട് ഇത് ഈ ടേംസ് എല്ലാം അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഇങ്ങനത്തെ ടൈപ്പ് ഇതിൻ്റെ അകത്ത് ഉണ്ടാകും. മനസ്സിലായോ? ഷഫിൾ ചെയ്തിട്ട് കിട്ടില്ലടാ. ലാസ്റ്റ് വരുമ്പോഴത്തേക്കും കോമൺ എടുക്കാൻ പറ്റില്ല. മഴ വരാൻ പോകണ്ടോ? പോണം, മഴ വരാൻ പോണത് ആനന്ദ് ശ്യാമനാണ്. ആനന്ദ് ശ്യാമന് റെസ്റ്റ് എടുക്കണായിരിക്കും കുറെ ദിവസമായിട്ട്. ചെയ്താടാ നീ? അവന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും.
അവന് നല്ല ഐക്യവാടാ, പക്ഷെ അവന് കാണാണ്ട് പഠിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ അവൻ അത്യാവശ്യം ഐക്യമുണ്ട്. അവന് കുറച്ച് എന്താ പറയാ, അവന് പറഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ കുറച്ച് സമയം എടുക്കും കത്താൻ. ഫിസിക്സ് മൊത്തം അങ്ങനെയല്ലേ, കത്തമ്മ ടൈപ്പ് അല്ലേ എല്ലാം. അങ്ങനെയൊക്കെ അല്ല മാം അങ്ങനെ കിട്ടിയാടാ. അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ? ഇനി അവൻ ഇന്ന് വരില്ല എന്ന് തോന്നുന്നു, മടിയെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ? ഇവാലുവേറ്റ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ ഇവാലുവേറ്റ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു നേരത്തെ. √3 + √2 the whole raised to 6. √3 പ്ലസ് ഇല്ല ചെയ്തില്ല, √4 ചെയ്താ നമ്മള്. ആ എയും ബി ചെയ്യണം, കുറച്ച് പാടാണ് ചെയ്യും. ഇത് മിസ്ലീനിയസ് എക്സസൈസ് അല്ലേ. ഇവാലുവേറ്റ് √3 + √2 whole raised to 6. √3 + √2. √3 + √2 whole raised to 6 minus √3 minus √2 whole raised to 6. Evaluate. ചെയ്തോ ചെയ്തോ ചെയ്തോ. എടാ മിണ്ടായിരുന്നേടാ. സ്ക്വയറാ ഏത്? നമ്മളെ ഇതുപോലത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, നോക്കെടുത്തു. നിങ്ങളപ്പോ എയും ബിയും വെച്ചിട്ട് ചെയ്യാട്ടാ, അങ്ങനെയല്ലേ നമ്മൾ നേരത്തെ ചെയ്തത്. ഇത് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചെയ്യ് നോക്കിയിരിക്കാണ്ട്. ഇതിന് നമുക്ക് a = √3 കൊടുക്കാം, b = √2. ഇനി എയും ബിയും വെച്ചിട്ട് ചെയ്തോ കേട്ടോ. a + b the whole raised to 6 minus a minus b the whole raised to 6. ഇനി ബൈനോമിയൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ലാസ്റ്റ് കൊണ്ട് തിരിച്ച് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എടാ ഇതൊന്ന് അടിച്ചെടുത്ത് ജോയിൻ ചെയ്താൽ ചിലപ്പോൾ അവൻ ഓൺലൈനിൽ ഇരിക്കണ്ടാവും.
എടാ ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റ് ഇട്ടോ. ചെയ്താ എന്താടാ? ഇത് നമ്മള് എ മൈനസ് ബി എ പ്ലസ് മൈനസ് ബി ഇട്ടാ മതി. മൈനസ് ബ്രാക്കറ്റ് ഇട്ടാണ് ചെയ്യാ. പിന്നെ അല്ലാണ്ട് പിന്നെ ഇവിടെ ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലേ? മൊത്തം ബ്രാക്കറ്റ് ഇട്ടിട്ട് ഓപ്പൺ ചെയ്യണം. അത് നീ തെറ്റിച്ചല്ലേ? ഇട്ടിട്ട് ചെയ്തോ. ചെയ്, രണ്ടാമത് ചെയ്, ക്ഷമ വരട്ടെ. 180 ആൻസർ ആണോ? ഫൈനൽ ആൻസർ ആണോ? വിവേക് നോക്കി എഴുതാ. കിട്ടിയാ? ഞാൻ ഉണ്ടാവാം. കേറി എന്താടാ? എന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാട്ടോ. വിവേക് ചെയ്യടാ. ഞാൻ ചെയ്യണില്ല, നീ ഇതെന്താ ചെയ്യണി? കത്താനൊന്നുമില്ല. ബൈനോമിയൽ ഇക്വേഷൻ പഠിച്ച് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണം. എല്ലാത്തിലും അത് തന്നെ ചെയ്തേക്കണം. എന്താ ബൈനോമിയൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ? NC0 ആ ഇക്വേഷൻ അറിയില്ലേ? NC0 a⁻n plus NC1 a⁻n - 1 b plus NC2 a⁻n - 2 b⁻2 അങ്ങനെ അങ്ങ് പോവും. അതാദ്യം എഴുതി വെച്ച് പഠിച്ചേ, എന്നിട്ട് അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് 6 ആണ് 6 ഇട്ട് കൊടുത്തത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് മൈനസ് ഓപ്പൺ ചെയ്യും. അതെങ്കിലും ചെയ്യും. ഞാനത് അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇവിടെ തന്നെ ചെയ്യട്ടെ, വായിച്ചിട്ട്. മൈനസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഒരു മിനിറ്റ് പ്ലസ് √6 പുറത്തെടുത്തിട്ട് ബാക്കിയെല്ലാം ഒരുമിച്ചിട്ടിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഡാ വേണ്ടി വന്നത് ഏതേ അവന്റെ നോക്കണേ, അവൻ തന്നെ ചെയ്തത്. കിട്ടിയാ? ഫൈനൽ ആൻസർ കിട്ടിയാ? ഇനി കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കളാ. വിവേക്
ആൻസർ 396 റൂട്ട് 6 ആണോ? ഒരു 4 ഉണ്ടായിരുന്നു പുറത്ത്, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തായിരുന്ന 4 റൂട്ട് 6 ഇൻറ്റു 99 അങ്ങനെല്ലാം വന്നാ? എന്താ പറഞ്ഞ തെറ്റ് കണ്ടുപിടിച്ചു കൊടുക്കാനാ? ഓ, ഇവിടെ പിന്നെ ചെയ്യാത്തോണ്ട് കുഴപ്പമില്ലല്ലേ അത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ തിരിച്ച്, അപ്പൊ പുറത്തൊരു 2 വന്നായിരുന്ന? ഇവിടെ റൂട്ട് 5 നീ എങ്ങനെ എഴുതിയത്? റൂട്ട് 3 5 നിനക്കറിയോ സ്കൂളിൽ? എടാ റൂട്ട് 3⁵ നീ എങ്ങനെ എഴുതിയത്? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 പിന്നെ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3. അപ്പൊ റൂട്ട് 3 റൂട്ട് 3 എന്താവും? 3 ആകും. പിന്നെ 9 ഇവിടെ എന്താ റൂട്ട് 6 വന്നത്? റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 5 റൂട്ട് 3 ഒരുമിച്ച് ചെയ്തേ. 2 റൂട്ട് 3 ഇതിന് 9 റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 ആണോ നീ? റൂട്ട് 6 പ്ലസ് 40 ഇത് 20 കിട്ടും. 63 20 കിട്ടും. അപ്പൊ 20 ഇൻറ്റു 2 വരും. ഇവിടെ 2 ഉണ്ടായിരുന്നു. അതാ 2. അപ്പൊ 40 a cube b cube. a cube എന്ന് പറയുമ്പോ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 റൂട്ട് 2 എന്ന് പറയുമ്പോൾ 2 റൂട്ട് ആവും. പിന്നെ അത് രണ്ടും കൂടെ ആഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 6 റൂട്ട് 6 കിട്ടും. 6 റൂട്ട് അവിടെ എന്ത് മിസ്റ്റേക്ക് കിട്ടിയാ? കറക്റ്റ് ആണോ? 6 ആ 6 3 സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തായിരുന്നാ നീ? 6 3 ഒരു മിനിറ്റ്. ഇവര് ചെയ്തേക്കണത് അടുത്ത സ്റ്റെപ്പോട് ഞാൻ ചെയ്യട്ടെ. ഇതിനകത്ത് 2 ഇൻറ്റു 6 എന്ത്? അല്ല അത് കറക്റ്റ് ആയിരിക്കും. ടെക്സ്റ്റിൽ ആൻസർ എന്താ നോക്കിക്കടാ. ടെക്സ്റ്റിൽ എന്താണ് ആൻസർ? അത് തന്നെയാണ് ആൻസർ. 396. ആ 61.
ഒരേപോലുള്ള ടൈം ആണ് 2 ഇൻറ്റു ഈ സാധനം തന്നെ ഇത് കേട്ടാ. എന്താ ചിരിക്കണം? 6E1 6 ആണ്. ഇങ്ങനെ തന്നെയല്ലേടാ ചെയ്തത്? റൂട്ട് അതിനെ √3 × √3 × √3 × √3 × √3 എഴുതുക. ഈ √3കൾ ഒരുമിച്ച് എഴുതുക. നിങ്ങൾ എത്തിയിട്ടില്ല, എഴുതാൻ കട ഡാടാ വർത്തമാനം പറഞ്ഞിട്ട് ചെയ്തടാ. അണ്ട് ശ്യാമത് എത്ര നേരത്തെ വന്ന? ഏ 20 അല്ലേടാ വന്നത്? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വാല്യൂ. ആദ്യം നമുക്ക് 2 പിന്നെയും പുറത്തെടുക്കാലോ. എല്ലാത്തിലും 2 ഉണ്ട്. എടുക്കാണ്ടിരുന്ന മൊത്തം കോംപ്ലിക്കേറ്റഡ് ആവൂലേ? ആ 16 ആണല്ലേടാ. 6 പുറത്തെടുക്കുമ്പോ 15. അതെങ്ങനെ 5 വിഴിഞ്ഞായിരിക്കുന്നു. ഇതിന്ന് 2 കോമൺ പുറത്തെടുത്ത് വാല്യൂ പറഞ്ഞാൽ ഇനി വാല്യൂ ഇട്ട് കൊടുക്കാലോ. ഇവിടെ നിന്ന് ഒരു 2 പുറത്തെടുത്ത് എല്ലാത്തിനും 6, 20, 6 ഈവൻ നമ്പേഴ്സ് അല്ലേ? അപ്പൊ 2 3 ഇൻറ്റു പ്ലസ് പ്ലസ് √3 ഇൻറ്റു √3 × 5 നമുക്ക് 3 × 3 × ഇതിനാ √3 പ്ലസ് 4 √2 ആണോ? ഉറപ്പാണോ? √6 പ്ലസ് 13 16 √6 12 √6 പുറത്തെടുക്കാം കേട്ടോ. എന്തരും 27 പ്ലസ് 16 പ്ലസ് 12 എത്ര ഇട്ടോടാ? 99. √6 ഇൻറ്റു 99. 99 ഇൻറ്റു 4 എന്താ? 367 അല്ലേ? 396 ആണ്. നിനക്കെന്താ കിട്ടാഞ്ഞ? തെറ്റാണെന്ന് കിട്ടിയാ? ഇവിടുന്ന് 2 പുറത്തെടുക്ക്. ഈ √6 ഇതെങ്ങനെയാടാ? 9 ഓക്കെ.
മുന്നത്തെ സ്റ്റെപ്പ് നീ എഴുതിയില്ലേ അപ്പൊ? എനിക്ക് അവിടെ തന്നെ എഴുതിടാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇവിടെ നിന്ന് ഞാൻ എടുത്തേക്കണം. ഇവിടെ 9 തന്നെയല്ലേ വന്നത്? പുറത്തെടുക്കട്ടു. അങ്ങോട്ട് കോപ്പി അടിച്ചത് എന്റെ സുഖമാണല്ലേ? എന്തത്ര നേരത്തെ വന്ന? അതുകൊണ്ട് വൈകി പോയ നേരത്തെ പോയാൽ മതി കേട്ടാ. മാർക്ക് കിട്ടില്ല. എന്താ ഏത് ബ്രാക്കറ്റ്? നീ എവിടെയാണ് തെറ്റിച്ചത്? അതെ, നമ്മൾ സിംപ്ലിഫൈ ചെയ്യണതിന് മുമ്പ് എടാ ജ്യോതിഷ്, സിംപ്ലിഫൈ ചെയ്യണതിന് മുമ്പ് പുറത്തെടുക്കാൻ നോക്കണം. ഇവിടെ 6 ആയിരുന്നില്ലേ? 6a⁵5 അവിടെ വെച്ച് പുറത്തെടുക്കണം കേട്ടാ. അതല്ലേ പറഞ്ഞ ഇതിന് മുന്നത്തെ സ്റ്റെപ്പില് 6a⁵5 + 20 a³ b³ + 6ab⁵5 അല്ലേ? ഒരു 2 ഓൾറെഡി ഉണ്ട് പുറത്ത്. പിന്നെ ആ 2 കൂടി പോകുമ്പോ 4 ആവും. എടാ ഇതിന് മുന്നത്തെ സ്റ്റെപ്പ് എഴുതിയായിരുന്നാ നീ? അതെന്തായിരുന്നു? 2 × 6a⁵5b + 20a⁵b b³ + 6ab⁵5 ആയിരുന്നു. ഓക്കെ, ഇതായിരുന്നു ഇതിന്റെ മുന്നത്തെ സ്റ്റെപ്പ്. ഇതിൽ നിന്ന് 2 എടുക്കാല്ലേ? ഇവിടെ 3 വരും. അപ്പൊ ഇവിടെ 10 ആകും, ഇവിടെ 3 ആകും കേട്ടാ. മനസ്സിലായ? എവിടെ മനസ്സിലാവും? ആ ജ്യോതിഷന നിന്റെ പേര് മനുഷ്യനാ? ഞാൻ പറയാം. ആനന്ദശിവ. കഴിഞ്ഞാടാ നിനക്കാ? ഏതാ ചോദിക്കി പറ. 3/6 ഇതെല്ലാം കൂടി പ്ലസ് ചെയ്ത് അപ്പൊ 99 കിട്ടി. 99 × 4 396. ഈ ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് ചെയ്യിക്കോട്ടെ ഒന്നുകൂടി. ഇത് അപ്പൊ നീക്ക് കിട്ടണം. ഇപ്പൊ ചെക്ക് ചെയ്തിട്ട് കിട്ടണില്ല. ഇത് ചെയ്താൽ കാര്യമുള്ള ഒന്നുകൂടി നോക്കാം ചെയ്താണ്. അടുത്ത ക്വസ്റ്റ്യൻ എത്തിക്കടാ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് അനന്തഷ പിന്നല്ല. ഫൈൻഡ് ദ വാല്യൂ ഓഫ് a² + √a² - 1 whole raised to 4. Find the value of a² √a² - 1 whole raised to 4 plus a² - √a² - 1 whole raised to 4. കണ്ടുപിടിച്ചോ? അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ നോക്കിക്കടാ. ഇതിന് എക്സ് കൊടുക്കാം, a² x കൊടുക്കാം. നോക്കടാ, a² x കൊടുക്കാം. നമ്മൾ നേരത്തെ എഴുതില്ല അതുപോലെ തന്നെ a² x കൊടുക്കുക. ഈ സാധനത്തിന് എന്ത് കൊടുക്കണം? y കൊടുക്കാം. എന്നിട്ട് a ഇവിടെ ഉണ്ടല്ലോ ഓൾറെഡി. കൺഫ്യൂഷൻ ആവണ്ട. a² = x √a² - 1 = y. എന്നിട്ട് കണ്ടുപിടിച്ചോ. ക്ലാസ് എന്റെ അടുത്ത് എവിടെ തെറ്റെന്ന് പറയാൻ നിൽക്കരുത്. ആൻസർ എങ്ങനെ കിട്ടിക്കോളാം. എനിക്ക് ഫൈനൽ ആൻസർ കേട്ടോ. ഈ ആൻസർ നോക്കിയാടാ എന്താ കിട്ടിയെന്ന് പറഞ്ഞ ഏതിന്റെ? ഇതിന്റെ. ഇനി ഇത് ചെയ്തോ. എന്തിനാ ഇങ്ങനെ റീപ്ലേസ് ചെയ്യണത്? ഇത് മൊത്തം കോംപ്ലിക്കേറ്റഡ് ആവാണ്ടിരിക്കാനാ. മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടാ. ഇതിപ്പോ എങ്ങനെ വരും? x + y whole raised to 4 plus x - y whole raised to 4 അങ്ങനെയാണ് കിടക്കണം. ഇത് എക്സ്പാൻഡ് ചെയ്തോ കേട്ടാ. അതെ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ക്ലാസ്സിൽ കഴിഞ്ഞാടാ നിങ്ങളുടെ? ഇത് കഴിഞ്ഞ ഇത്
നല്ല ഓർമ്മയുണ്ടാവും. ചെയ്യാൻ പറ്റുന്നുണ്ട്. ആകെ മറ്റേ സൈൻ സീക്വൻസ് ഡി അവിടേക്കാണ്. സൈൻ സീക്വൻസ് ഡി ഈക്വൽസ് ടു സൈൻ സീക്വൻസ് ഡി ഈക്വൽസ് ടു സൈൻ എ കോസ് ഈ സൈൻ സീക്വൻസ് ഡി ഈക്വൽസ് ടു കോസ് സീക്വൻസ് ഇങ്ങനെയാണ് എന്താക്കുന്നത്. ഇങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യണം വേഗം. ഫോർ സി വൺ വണ്ണാ 4C1 4 ട്ടാ 4C1 4C7 തന്നെ എഴുതടാ. എടാ എന്റെ വാച്ച് തലത്തോട് പൊട്ടിയടാ. ഡിസ്പ്ലേ മാറ്റാൻ പറ്റുന്നു. ഡിസ്പ്ലേ മാറ്റാൻ പറ്റുവാടാ? അല്ല. 3000 മാറ്റാൻ പറ്റുമോ? ഇതിപ്പോ കേറി കേറി വരുമോ? ഇനി കേറി കേറി വരുമോ? ചില്ലല്ലടാ, അതിന്റെ ഉള്ളിൽ ഇത് കണ്ട അതൊന്ന് കാണിച്ചു കൊടുത്തരാ. എന്താണ് എടാ ഇതിന്റെ ഉള്ളിൽ പൊട്ടിയേക്കണം. നമ്മളെ ഫോണിന്റെ ഒക്കെ ഡിസ്പ്ലേ പോകില്ല അതുപോലെ. അത് നേരെ ഞാൻ ചാർജ് ചെയ്യാൻ കുത്തിയിട്ട് വെച്ചു. ഞാൻ എടുത്തപ്പോ നേരെ ഇങ്ങനെ കുത്തിക്കണം നടത്തോണ്ട്. അത് കേറുവാന്ന് ഞാൻ ചോദിച്ചാ. പോടാ അവിടുന്ന്. പ്ലാസ്റ്റിക് കവറൊന്നും ഇല്ല അതിനകത്ത്. അല്ല ഗ്ലാസ് ആണോ പൊട്ടിയത്? നിലത്ത് വീണപ്പോ പറ്റിയതാ. ഒരു ഗ്ലാസ് കുറച്ച് പ്ലാസ്റ്റിക് അതിന്റെ വേണ്ടി വേറെ ഗ്ലാസ് അങ്ങനെ ഈ അകത്തുള്ള പ്ലാസ്റ്റിക്കിന്റെ എയർ കയറി അതാണ് നമുക്ക് വീണപ്പോഴാ പൊട്ടിയതല്ല. അപ്പൊ പൊട്ടിയതാണ്. പൊട്ടിയിട്ട് ആ ഗ്യാപ്പിലൂടെ എയർ കയറി. അപ്പൊ എന്ത് അത്രയും കുഴപ്പമൊന്നുമില്ല. എഴുതിന്റെ ലെയറങ്ങളൊക്കെ അല്ല അങ്ങനെ റിപ്പയർ കൊടുക്കുമ്പോ ഫുള്ള് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ റീപ്ലേസ് ചെയ്ത് തരുമോ അവര്? പൈസ കൊടുക്കണം. അപ്പൊ വാറന്റി ഉണ്ട്. 1 year ആയിട്ടില്ല. കിട്ടുമോ? അപ്പൊ ഇത് നിലത്ത് വീണെന്ന് പറഞ്ഞാലോ? നിലത്ത് വീണെന്ന് പറയണ്ടല്ലേ, തന്നെ പറ്റിയെന്ന് പറയണ്ടോ? മനസ്സിലാവും. റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? ആ എന്റെ ഇവിടെ മറ്റേ ഇയർബഡ് ഇല്ലേ, ഒരെണ്ണം അടിച്ചു ഇതുപോലെ റിയൽമിയുടെ. എന്നിട്ട് ഞാൻ റീപ്ലേസ് ചെയ്ത് മേടിച്ചു വേറെ. ആ ഞാൻ റീപ്ലേസ് ചെയ്തു. ഇതിപ്പോ കമ്പനി കൊണ്ട് കൊടുക്കും. ഇത് ഞാൻ ഫ്ലിപ്കാർട്ട് വഴി മേടിച്ച. എടാ ഇതിന്റെ സൈറ്റ് എവിടെ? നോയ്സിന്റെ ഉള്ള നോയ്സ് എവിടെയുള്ളത്? എവിടെയുള്ളതെന്ന് അവര് ചോദിക്കൂല എന്റെ അടുത്ത് എന്ത് പറ്റിയാന്ന്. ആണോ?
ഇന്ത്യയിൽ ഉണ്ടാവുന്ന ചെയ് ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഞാൻ കാണിച്ചു തരാം. എക്സ് സ്ക്വയർ ആ അത്രയൊക്കെ വന്നാ നിനക്ക് എക്സ് 6 ഒക്കെ വന്നാ? എ സ്ക്വയർ റേസ്റ്റ് 4 എന്ന് പറയുമ്പോ ആ എക്സ് റേസ്റ്റ് എം എൻ ഇസ് ഇക്വൽ ടു എക്സ് റേസ്റ്റ് എം പ്ലസ് എൻ. അതിങ്ങനെ വരികടാ, ഇങ്ങനെ ഇങ്ങോട്ട്. അതായത് എക്സ് എ റേസ് ടു എം റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ. എടാ കിട്ടിയാണോ നിനക്ക്? ഇതിന് കിട്ടിയാ? ഇനിയിപ്പോ ഏതാ ചെയ്തോണ്ടിരിക്കണ? ഇട്ട് കൊടുത്താ? ഇതെവിടെ സ്റ്റാർട്ട് ചെയ്തേക്കണേ പ്രോബ്ലം? എവിടെ? ഞാനത് ഇതെന്താ മോൻ ചെയ്തേക്കണ? ഇത് ബൈനോമിയലല്ലേ? നീ ഇത് വെച്ച് എൻ സി ഒക്കെ എവിടെ? ഇത് ബൈനോമിയൽ തിയറം അല്ലേ? ആന്നാ. അപ്പൊ ഇതിനെ ഞാൻ തന്നേക്കണത് എക്സ് പ്ലസ് വൈ ഹോൾ റേസ്റ്റ് 4 എന്ന് പറഞ്ഞാൽ എന്താ? എൻ സി എം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാനാ ഞാൻ പറഞ്ഞത്. എന്നൊക്കെ എവിടെ? ആ അതൊക്കെ പോടാ സ്ക്വയർ ചെയ്തൊക്കെ കഴിയുമ്പോ. ആൻസർ 2 into a raised to 8 plus 6 a raised to 6 minus 5 a raised to 4 minus 2a square plus 1. അത് മാറ്റിയിട്ട് മറ്റേ പോലെ ചെയ്തു. ആ സ്ക്വയർ റൂട്ട് മാറും. കിട്ടിയാ? നിന്റെ തെറ്റി നോക്കാൻ നടക്കണല്ല ഞാൻ. എ റേസ് ടു 8 അല്ലേടാ ഫസ്റ്റ്? എ റേസ് ടു 5ന്റെ ഒരു ടേം മിസ്സിംഗ് ആണടാ നിന്റെ. എ റേസ് ടു 5ന്റെ ടേം ഒരെണ്ണം കാണാനില്ലല്ലോ നിന്റെ. എടാ ഇതിനെ നീ എക്സ്പാൻഡ് ചെയ്യാണ്ട് ഇതിനെ നീ എക്സ്പാൻഡ് ചെയ്താ നീ ഇത് ഇങ്ങനെ കാണിച്ചു വെച്ചേക്കണം. ഇതിനല്ലേ? ഇതിനെ റൂട്ട് എടുത്തിട്ട് പിന്നെയും സ്ക്വയറിന്റെ സ്ക്വയർ ചെയ്താ പോരെ? അതായത് എ സ്ക്വയർ മൈനസ് 1 ഹോൾ റേസ്റ്റ് സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും സ്ക്വയർ ഒരു പ്രാവശ്യം സ്ക്വയർ എടുക്കുമ്പോ റൂട്ട് പോവും. പിന്നെ -1 ഹോൾ സ്ക്വയർ അല്ലേ? ആ ഇവിടെ നോക്ക്, ഇവിടെ എ റേസ് ടു 4 എ റേസ് ടു 6 പിന്നെ ഇവിടെ 6 എ റേസ് ടു 4 വരൂല. അവിടെ എവിടെ 6 എ റേസ് ടു 4 എവിടെ? ഇതോ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ കിട്ടിയാടാ? ഞാനിവിടെ വെറുതെ ഇരിക്കണത്. ഇനി ഞാൻ രണ്ടാമത് എന്തായാലും ചെയ്യേണ്ടി വരും. നീയൊക്കെ ഒന്നും കിട്ടൂലല്ലോ എന്തായാലും ആൻസർ. ഞാൻ കൊണ്ടുപോവാ നോക്കട്ടെ. ആ ഫൈനൽ ആൻസർ ആയിട്ടുണ്ട്. ഫൈനൽ ആൻസർ ചെയ്തു. ഇത് തന്നെയല്ലേ ഫൈനൽ ആൻസർ. എ റേസ് ടു 8 ആ വേണ്ടത് ഫസ്റ്റ് ടൈം. ആ ഉണ്ടാ നോക്ക്. എ റേസ് ടു 8 ഞാൻ ബോർഡിൽ എഴുതിയ ആൻസർ. ആ ഒന്ന് പറഞ്ഞ. ആ അതെല്ലാ ടൈമും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി. എ റേസ് ടു 6ഉം 4 ഒന്നും കുഴക്കാൻ പറ്റില്ല. ഫൈനൽ ആൻസർ എഴുതിയിട്ടുണ്ടേ. ആനന്ദ് ശ്യാമേ സാധാരണ രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് ബൈനോമിയൽ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തേ. അവനെല്ലാം കൂടി വെറുതെ സാധാരണ സിംപ്ലിഫൈ ചെയ്തെടുത്തേക്കണം. ഇത് ചെയ്തിട്ട് കിട്ടിയാ നിനക്ക്? എന്നിട്ട്
ആ ഇത് ചെയ്യുമ്പോഴാ സമയം എടുക്കണം, അതുകൊണ്ടാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് വെച്ചേക്കണത്. ഇത് ചെയ്താ വല്ലതും? ഒന്നും മനസ്സിലായില്ലെന്നോ? ആദ്യത്തെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ 4C0 x⁴. അനന്തശാം ചെയ്ത ഈ രീതിയിൽ തലയുറിയാണ്ട് ഇത് ചെയ്യണം. -6 ഏത് ഫസ്റ്റ് സെക്കൻഡ് ടൈമാ? അല്ല, നീ എന്നിട്ട് എക്സിൽ ആൻസർ നോക്കി, ഫൈനൽ ആൻസർ ആ പറഞ്ഞേ. ബിന്റെ വാല്യൂ അല്ല, ബി ഇത് √(a²-1) അപ്പൊ നിന്റെ a² - 1 ഈ -1 ഒക്കെ എന്ത് ചെയ്തത്? നോക്കട്ടെ, പറഞ്ഞേടാ. അമ്മമാര് തുടങ്ങിയിട്ടില്ല. ആ എല്ലാം കട്ടാവൂല, എല്ലാം കട്ട. 4C2 x/3. ബാക്കി പറഞ്ഞേ. x ഇല്ല ഇനി, പിന്നെ പ്ലസ് അതിന് പറഞ്ഞോ. ചെയ്താ അതൊക്കെ കട്ട് ചെയ്യട്ടെ. ആ ഇതാണോ? ഇവിടെ y² അല്ലേടാ, അപ്പൊ y നെഗറ്റീവ് ആയിരുന്നു, പക്ഷെ സ്ക്വയർ എടുക്കുമ്പോ എന്താവും? പ്ലസ് തന്നെ ആവുള്ളൂ കേട്ടാ. ഇത് രണ്ടും നമ്മളെടുത്ത് കിട്ടിയാടാ? ഇത്ര കിട്ടിയാ? ഇനി 4C0 വാല്യൂ എന്താ? 4C2 വാല്യൂ 4 അത് തന്നെ ചെയ്യാട്ടാ. 6 വരും. അത് ചെയ്ത് വരുമ്പോഴാണ് 4 × 3 അപ്പൊ 2 6 വരും. n വാല്യൂ 1. ഇനി അടുത്തത് എക്സിന്റെ വൈയുടെ ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ഇതാ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻകൂർ. അല്ലല്ല മാത്സ് ഫാക്ട് സ്കൂൾ. ആ എടാ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കണ ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് ഫാക്ടറി FACT. ആ അവരുടെ സ്കൂളാണിത് FACT. നമ്മൾ ഈ കൊച്ചിൻ റിഫൈനറിയുടെ സ്കൂളുകളൊക്കെ കണ്ടിട്ടില്ലേ? നേവൽ ബേസിന്റെ സ്കൂള് അതുപോലെ. ചെയ്താ
ഇനി എന്ത് ചെയ്യണം? എക്സിന് പകരം ആ അപ്പൊ അതെ ലാസ്റ്റത്തെ അവിടെ നിൽക്കട്ടെ മോനെ. ഇത് ആദ്യം ചെയ്യാം. A⁴ എന്ന് പറയുമ്പോ A² എന്ത് വരും? A²⁴ എന്ത് വരും? 2 × 4 ഏതാ? A²⁴ എന്ന് പറഞ്ഞാൽ എന്താ? A⁸ മനസ്സിലായ? പ്ലസ് 6 A² A⁴ ആൻഡ് Y² എന്താ? √A² - 1 (² പ്ലസ് √A² - 1 (4). അനന്തശാമിനൊക്കെ വായിച്ചോട്ടെ ചെയ്താ? ഇനി ഇത് നോക്കിക്കേ, ഇതിന്റെ റൂട്ട് എന്താവും? സ്ക്വയർ എടുത്ത് കഴിയുമ്പോ എന്താവും? A² -1 തന്നെ ആവൂലേ? റൂട്ടും സ്ക്വയറും കൂടി പോകും. മനസ്സിലായ അനന്തശ? റൂട്ടും സ്ക്വയറും കൂടി പോകുമ്പോ ഇതാവും. പ്ലസ് ഇതെങ്ങനെ എഴുതാം നമുക്ക്? ഇതിനെ നമുക്ക് ഒരു പ്രാവശ്യം ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാല, 2² എഴുതാല 4. അപ്പൊ ഈ സ്ക്വയർ എടുക്കുമ്പോ റൂട്ട് പോകും, പിന്നെ ഒരു സ്ക്വയർ ഉണ്ടാവും അല്ലെ. അപ്പൊ A² - 1 (2) എന്ന് വരും. ഇത് അത് എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. A². സോറി, ഇവിടെ 4 ആയിരുന്നേ. കിട്ടിയാടാ? നിനക്ക് മനസ്സിലായ? 7 ഒരാൾ ആദ്യം പോയി. രണ്ടിനും കൂടെ ഒരുമിച്ച് വേണ്ട. A² (4) ഇതെന്താ? A⁻m (n) എന്ന് പറഞ്ഞ എന്താ? A⁻m × n. അതെനിക്ക് മാർക്ക് പോയതാണ്. m × n ആണ്. നീ പോസ് ചെയ്ത്. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് യൂസിങ് ബൈനോമിയൽ തിയറം. അനന്തശാം ചെയ്ത് കഴിഞ്ഞാടാ? അത് ചെയ്യുന്ന expand using binomial theorem. 1 + x/2 - 2 - x (4). expand using binomial theorem. എളുപ്പമാണിത്. ഈ ഒറ്റ ടേമിനെ A ആയിട്ട് എടുക്കുക കേട്ടോ. ഇതിനാ A എന്താണ് ഇവിടെ? A = 1 എടുക്കുക. അതിന് ഇത് മാത്രം എന്താക്കുക? B ആയിട്ട് എടുക്കുക. B = x/2 - 2 - x. എക്സാം ഒക്കെ എടുത്ത് വെച്ചു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ എടുത്തേ. അങ്ങനെ എടുത്ത മനസ്സിലായില്ല. നീ ക്രോസ് ചെയ്തിട്ടാണ് എടുത്തത്. അങ്ങനെ മനസ്സിലായില്ലേ? 2 ആയിട്ട് അങ്ങനെ എടുത്ത്. ചെയ്തോ? അതായത് നീ ഉദ്ദേശിച്ചത് B രണ്ടും
ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ, അത് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ചെയ്താൽ പോരെ. ആദ്യം എക്സ്പാൻഡ് എയും ബിയും വെച്ചിട്ട് a plus b whole raised to 4 ഇക്വേഷൻ a plus b. ഇതിപ്പോ എങ്ങനെ നമുക്ക് ഇത് നമുക്ക് a plus b whole raised to 4 ആയില്ലേ. അപ്പൊ 4c0 a raised to 4 ആ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാം കേട്ടാ. ബൈനോമിയൽ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തിനാ. എടാ ആദ്യമേ ഇത് കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത് പ്രശ്നമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, എയും ബിയും വെച്ചിട്ട് ചെയ്യാൻ. എന്നിട്ട് ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്തിട്ട് കൊണ്ടുവന്ന് ഈ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി, എയുടെ ബിയുടെ വാല്യൂ. മനസ്സിലായാ? ഞാൻ ഇതിന് പകരം എയും ബിയും കൊടുത്ത്, എന്നിട്ട് നീ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ വാല്യൂസ് കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി അതിലോട്ട്. ചെയ്തോ. ഇതിന് നീ ഇതൊക്കെ നീ എന്ത് ചെയ്യും? മനസ്സിലായാ? തലക്കിട്ടേ കൊത്തു. ഇതിപ്പോ a plus b ഇത് ഹോൾ റേസ്റ്റ് 4 അല്ലേ. ഇത് നീ എക്സ്പാൻഡ് ചെയ്തേ, ബൈനോമിയൽ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം. ബൈനോമിയൽ ഭയങ്കര മാർക്ക്. പിന്നെ എന്തിനാ നീ പഠിച്ചേക്കണം? ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് തരില്ല. ഇവനെന്താ സാധാരണ രീതിയിൽ ഹോൾ റേസ്റ്റ് 4 എക്സ്പാൻഷൻ വെച്ചിട്ട് അങ്ങ് ചെയ്ത് യൂസിങ് ബൈനോമിയൽ തിയറി ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അവര് ക്വസ്റ്റ്യനില്. അപ്പൊ നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ മാർക്ക് കിട്ടൂല. എവിടെ കാണിച്ചേ? പിന്നെ ഇതിപ്പോ സിംപ്ലിഫൈ ചെയ്തല്ലേ, ഇനി ലാസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേക്ക് മുമ്പ് എന്താ വന്നത്? x raised to 4 4x cube plus 6x square y square minus 4xy plus y raised to plus y raised to അല്ലേ? ചെയ്തോ. അതിലോട്ട് ഇട്ട് കൊടുക്കും. കിട്ടിയാ? കിളി പോയ പോലെ ഇരിപ്പുണ്ടാ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകാം നിങ്ങക്ക്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വിടാ ഞാൻ. ഇത് ചെയ്ത് കഴിയുമ്പോ തന്നെ ഒരു സമയമാവും നീയൊക്കെ. തമാശയൊന്നുമല്ല, സത്യമായ കാര്യമാണ്. അവിടെ എക്സ് ക്യൂബിന്റെ ടേം വന്നിട്ടില്ലേ നമുക്ക്? കിട്ടിയാടാ? നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കോളൂ.
തരാം. എന്താ ഫുള്ളായിരിക്കോ? ഫുള്ളായിരിക്കോ? ഔട്ട് ഓഫ് എത്ര അല്ല മുഖം കണ്ടിട്ട് ഫുള്ള് കിട്ടണ പോലെയല്ല ഇരിക്കല. നല്ലൊരു അസംഷൻ ഉണ്ടാവല്ലോ. കുറഞ്ഞ എന്താ വെച്ചാ മാർക്കിന്റെ ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് ഒറ്റ ഉണ്ടാക്കിയിട്ട് 4 ആക്കിയില്ലേ? എടാ ഞാൻ എന്ത് അറിയോ 4C2 അതിന്റെ വാല്യൂ ഇല്ലേ? എന്താ എടാ കിട്ടിയാ? എന്നിട്ട് അതിന്റെ കൂടെ A square B square നിങ്ങൾക്ക് x-2 എടാ x-2 ബൈ 2 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ സെപ്പറേറ്റ് കണ്ടുപിടിക്കും. 4C2 ഇല്ലേ? ആ ഇത് വേണമെങ്കിൽ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്തോ ബി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ് സ്ക്വയർ മൈനസ് 4/2x എന്ന് വരും. അങ്ങനെ കിട്ടിയാടാ? തെറ്റ് കണ്ടുപിടിക്കാൻ നേരത്ത് പറയരുത്, ഇത് വലിയ ക്വസ്റ്റ്യനാ. ഇതെനിക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റൂല. തെറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് നീയൊക്കെ ആദ്യം ചെയ്തു തുടങ്ങും വല്ലതും. എവിടം വരെ എത്തി നോണ്ടതേ? ഞാൻ തന്നെ എന്ത് നോക്കണം. എന്നിട്ട് എക്സ്ട്രാ ഞാൻ ആ 2 മിനിറ്റ് എടുക്കണം അല്ലേ? വിവേക ചെയ്യാൻ നോക്ക്. ഹോൾ റേസ് ടു 4 a⁴ പ്ലസ് 3a² b ഇതന്നല്ലേ? അല്ലല്ല a³ b. ഇത് ഞാൻ മറന്നു കേട്ടാ പണ്ടാലും. ഒരു പാസ്കൽ ട്രയാങ്കിൾ വെച്ചിട്ട് ഏയ്യടാ പോർന്നു. അതുണ്ടല്ലോ അത് ആ ഈ സംഭവം ഇല്ലേ a+b⁴ അത് ബൈനോമിയൽ വെച്ചിട്ട് ചെയ്തു. അത് a+b⁴ ബൈനോമിയൽ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യടാ. അത് കുഴപ്പമില്ല. ഇതൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കോളൂ നിനക്ക്. ഇതൊക്കെ എന്തിനാ? പ്ലസ്സാ? 1+ആ? മനസ്സിലായില്ല. ആ അത് ഞാൻ വെച്ചിട്ട് ആ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ ഡയറക്റ്റ്.
അതാ ആൻസർ. ചെയ്യാണ്ട് വിടൂല. 10 മിനിറ്റ് കൂടെ ഉണ്ട്. പെട്ടെന്ന് പണി തീർത്താ പെട്ടെന്ന് പോവാം. എടാ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ടൈമും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വെച്ചിട്ടോ. ക്യൂബും എടാ ഇത് ഇത്രയും ചെയ്തിട്ട് ഈ ക്യൂബും 4/4 സെപ്പറേറ്റ് ആയിട്ട് ബൈനോമിയൽ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കാം. എന്നിട്ട് അതുകൊണ്ടേ മറ്റേ കൊണ്ട് ഇട്ട് കൊടുക്കാം. ഏത് ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ 1 എടുത്തു തരാം. ഇനി x/2 - 2/x ഹോൾ ക്യൂബ് ബൈനോമിയൽ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത്. എവിടെ ക്ലാസ്സിലാ? രാംശങ്കര എന്താടാ? ഉപ്പിടിക്കരുത്. എടാ ചെയ്തണ്ടേടാ. കിട്ടിയാടാ? ആൻസർ കിട്ടിയാ? എന്ത് കിട്ടിയെന്ന്? ചെയ് 6:30 വരെ ഇരുന്ന് ചെയ്യുന്നിട്ട് നോക്കിയോ. ഇനി എന്തായാലും ഇതും കൂടി കഴിഞ്ഞാൽ നിർത്തിയ ചാപ്റ്റർ. ആ ചാപ്റ്റർ കഴിഞ്ഞായിരുന്നു. ഇത് മിസ്ലീനിയസ് ആയി എഴുതിക്കൊണ്ടിരിക്കണം. അടുത്ത ആപ്പിന് ഇതും പിന്നെ ഏതാ എക്സാം എടുക്കണ്ട? മറ്റേ ഇത് അല്ല, ഈ അടുത്തൊന്നും ഉണ്ടാവില്ല. ചെയ്താ ഇതിന്റെ എക്സ്പാൻഷൻ എങ്ങനെ ചെയ്തായിരുന്ന? സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ട് ആ ഫസ്റ്റിലെ എടാ ഇത് ഫസ്റ്റത്തേനെ എക്സ്പാൻഡ് ചെയ്ത് എന്നിട്ട് ഇതിന്റെ എക്സ്പാൻഷൻ a - b ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം. ഇതിന്റെ എക്സ്പാൻഷന് പകരം സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചേക്കണേ. എന്നിട്ട് അത് കൊണ്ടുവന്ന് അതിന്റെ അകത്ത് ഇടണം. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങളെ വീട്ടിലിരുന്ന് സമാധാനമായിട്ട് ചെയ്തു നോക്കാം കേട്ടാ. ആ ഇതല്ലേ ഇത് ചെയ്യാനാ. ഇതിനെ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, കുഴപ്പമില്ല. x² - 4/2x അങ്ങനെ ആക്കിയിട്ട് ചെയ്തോ. പക്ഷെ അങ്ങനെ ആക്കുമ്പോ പ്രശ്നം എന്താന്നാ, ഇവിടെയൊക്കെ ഹോൾ റേസ്റ്റ് 4 വരൂലേ. അപ്പൊ അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവൂലേ. നിനക്ക് കിട്ടിയാടാ? നീ എന്താ ചെയ്തത്? ഇപ്പഴത്തോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയ ആൻസർ അങ്ങോട്ടേക്ക് എടുത്തിട്ട്. അനന്തശ്യാമിന് കിട്ടിയ? അവന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് ചെയ്തിട്ട് വരണം കേട്ടോ അടുത്ത ദിവസം വരുമ്പോ.